ആദ്യം അഡ്വക്കേറ്റ് സുൽഫിക്കർ. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രിക്ക് 41-ാം ദിവസം ജാമ്യം ലഭിച്ചതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് എത്തി നിൽക്കുന്ന കാര്യം. രാഷ്ട്രീയ ഏറ്റുമുട്ടലായി ഇത് മാറുന്നതിൽ പ്രധാന കാരണം ഈ ജാമ്യാപേക്ഷയിൽ തന്ത്രി ചൂണ്ടിക്കാണിച്ച തനിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടന്നു, പകരം വീട്ടുകയായിരുന്നു എന്ന പരാമർശങ്ങളാണ്. പക്ഷേ ഈ കേസിൽ 41-ാം ദിവസം ജാമ്യം കിട്ടി എന്നത് SITയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അതിലുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ എന്നത് വളരെ കടുത്തതായിരുന്നു. ഇന്ന് നിയമമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അസാധാരണമാണ് ആ ഉത്തരവ് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ സ്വഭാവം അതിലുണ്ടായിരുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. താങ്കൾ ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണല്ലോ. എങ്ങനെയാണ് ആ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ കാണുന്നത്? അതൊരു ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറയുന്നതിന്റെ പരിധി ലംഘിച്ചുള്ളതായിരുന്നു? നമുക്ക് സാധാരണഗതിയിൽ ഒരു ജാമ്യ ഹർജി പരിശോധിക്കുന്ന വിചാരണ കോടതി പ്രധാനമായും സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും നിരന്തരമായി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ട്രിപ്പിൾ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും, ടൈപ്പോ ടെസ്റ്റ് എന്നൊക്കെ പറയും. അത് ജാമ്യ ഹർജി പരിശോധിക്കുന്ന കോടതി പ്രധാനമായും നോക്കേണ്ടത് 1 ഫ്ലൈറ്റ് റിസ്ക്, 2 പോസിബിലിറ്റി ഓഫ് ടാമ്പറിംഗ് വിത്ത് ദ എവിഡൻസസ്, 3 ചാൻസസ് ഫോർ ഇൻഫ്ലുവൻസിങ് ദ വിറ്റ്നസസ്. എന്ന് വെച്ചാൽ 1 ഇയാൾ ലീഗൽ കോഴ്സ് നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ, ഓടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ, അബ്സ്കോണ്ടിങ് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. മറ്റൊന്ന് നിലവിലുള്ള അവൈലബിൾ എവിഡൻസിനെ ഇയാൾ ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. 3 ഇൻഫ്ലുവൻസ്, എവിടെ വിറ്റ്നസസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ, ഒരു കുറ്റാരോപിതന്റെ ജാമ്യം നിഷേധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കോടതി പരിശോധിക്കേണ്ട വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പ്രൈമ ഫേസി, അതായത് പ്രഥമ ദൃഷ്ട്യാ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ വെളിച്ചത്തിൽ ഈ പ്രതിക്ക് ഈ ആരോപിക്കപ്പെട്ട കുറ്റത്തിലുള്ള ഇൻവോൾവ്മെന്റിന്റെ പ്രഥമ ദൃഷ്ട്യാ ഉള്ളൊരു പരിഗണനയും കോടതി സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിയെ ജാമ്യത്തിൽ വിടണോ വേണ്ടയോ എന്ന് ജാമ്യ കോടതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രഥമ ദൃഷ്ട്യായുള്ള ഇൻവോൾവ്മെന്റ് നോക്കുമ്പോൾ അതിന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ കോടതി പരിശോധിക്കും. സ്വാഭാവികമാണ്. അത് പരിശോധിച്ചാൽ മാത്രമേ പ്രഥമ ദൃഷ്ട്യാൽ ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് കോടതിക്ക് പറയാൻ കഴിയൂ. അത് ഒരു സെക്കൻഡറി ഘടകമാണ്. മറ്റു 3 കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങളിൽ ഇയാൾ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ കോടതിക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു സീരിയസ് ഒഫൻസ് ആണെങ്കിൽ, ഇപ്പോൾ കൊലപാതകമോ റേപ്പോ പോലെയുള്ള വളരെ ഹീനിയസ് ക്രൈമിലൊക്കെയാണ് അതിന്റെ പ്രൈമ ഫേസി ഇൻവോൾവ്മെന്റ് നോക്കുന്നത്. മറിച്ച് എക്കണോമിക് ഒഫൻസുകളിലും അതുപോലെ ചീറ്റിംഗ് പോലുള്ള ഒഫൻസുകളിലും തെഫ്റ്റ് പോലുള്ള ഒഫൻസുകളിലൊന്നും ആ ഘട്ടത്തിലേക്ക് സാധാരണ ഒരു ജാമ്യ കോടതി പോകേണ്ടതില്ല. എന്നാൽ തന്നെയും ഇതുപോലെ ഇപ്പോൾ ഒരു പബ്ലിക് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിലൊക്കെ അത് പരിശോധിക്കുന്നതിൽ ജാമ്യ കോടതിയുടെ ഭാഗത്ത് അത്ര വലിയൊരു തെറ്റും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഒരു വിഷയം, ഈ ജാമ്യ വിധി വളരെ ഒരു 90 പേജിലധികം വരുന്ന ഒരു വിധിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിയമമന്ത്രി പറയുന്നത് ഇത് സുപ്രീം കോടതി വിധിയുടെ അല്ലെങ്കിൽ അപ്പീൽ കോടതി വിധിയുടെയൊക്കെ ഒരു സ്വഭാവം ഇതിനുണ്ടെന്നുള്ളതിന്റെ വലിപ്പം നോക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ ആ വലിപ്പത്തിലേക്ക് വരുന്നതിന്റെ കാരണം ഈ കേസിലെ പ്രത്യേകപരമായ ഒരു കോംപ്ലിക്കേഷൻസ് കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 1, തന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇപ്പൊ നടന്നിട്ടുള്ള ക്രൈമിൽ തന്ത്രിയെ ഇവർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്ത്രിയുടെ ആ പോസ്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് പരിശോധിക്കേണ്ടി വരും തന്ത്രി എന്നുള്ള നിലക്ക് ഈ ആരോപിതനായ വ്യക്തിക്ക് എത്രത്തോളം ഈ പറഞ്ഞ ക്രൈം നടന്ന ഈ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ കോടതി പരിശോധിക്കേണ്ടത് തന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, തന്ത്രിയുടെ കർമ്മമണ്ഡലം എന്താണ്, ഒരു തന്ത്രി എന്നുള്ള നിലക്ക് ആ ക്ഷേത്രത്തിന്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഇതൊക്കെയാണ് കോടതി പരിശോധിക്കുക. അത് നിലവിലുള്ള അവരുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട സംഹിതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചതിന്റെ ആണ് കുറേ അധികം പേജുകൾ അതിനു വേണ്ടിയിട്ടാണ് കോടതി ചെലവാക്കിയിട്ടുള്ളത്. അത് മുഴുവൻ പരിശോധിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് തന്ത്രിക്ക് ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് യാതൊരു റോളും ഇല്ല. മറിച്ചൊരു ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് പറയുന്നുണ്ട്, ഇതിൽ ഈ ചെമ്പ് തെളിഞ്ഞ് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അതൊന്ന് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ് തന്ത്രി കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ പുറത്ത് നടന്നിട്ടുള്ള ക്രൈമിലോ അല്ലെങ്കിൽ മറ്റു കോൺസ്പിറസി പാർട്ടിലോ തന്ത്രിക്ക് ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ടുള്ള ഒരു മെറ്റീരിയൽസും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള ഒരു പരിശോധനയാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതൊന്നും ഒരു വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ അക്ഷന്തരീയമായ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ അപ്പീൽ പോകാൻ സർക്കാർ ധൃതി കൂട്ടുന്നതിന്റെ, അപ്പീൽ പോകുമെന്ന് വാശി പിടിക്കുന്നതിന്റെ കാര്യം ഇതിൽ വന്നിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. ഈ ഒബ്സർവേഷൻസ് ഒന്നും തന്നെ
വിചാരണ സമയത്ത് വിചാരണ കോടതിയെയോ അതല്ലെങ്കിൽ ഈവൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെയും ഇതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. നിരന്തരമായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജാമ്യവിധിയിൽ പറയുന്ന ഒരു ഒബ്സർവേഷൻസോ അല്ലെങ്കിൽ അതിൽ പറയത്തുള്ള ഒരു ഒബ്സർവേഷൻസോ അതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പരാമർശങ്ങളോ ഒന്നും തന്നെ വിചാരണ സമയത്ത് വിചാരണ കോടതിയെയോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ സ്വാധീനിക്കേണ്ട കാര്യം അവർക്ക് ബൈൻഡിങ് അല്ല. അതൊന്നും ബൈൻഡിങ് അല്ല. അതെല്ലാം ഒരുതരം ഒബിറ്റർ പോലെയുള്ള ഒബ്സർവേഷൻസ് മാത്രമാണ്. അതൊന്നും ബൈൻഡിങ് നാച്ചുറൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരാമർശങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടി അപ്പീൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു സാങ്കേതികമായ ഒരു കീഴ്വഴക്കങ്ങളായി മാത്രമേ അല്ലെങ്കിൽ ഒരു ഗിമ്മിക്കായിട്ട് മാത്രമേ ടു ദ ലീസ്റ്റ് അത് പറയാൻ കഴിയുള്ളൂ. അതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു സാധ്യതയുമില്ല. ഈ പരാമർശങ്ങൾ നീക്കിയാലും ഇല്ലെങ്കിലും ഇതൊന്നും തന്നെ ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായി. ഇങ്ങനെ ജാമ്യവിധിയിൽ ആ കോടതി ഇത്തരം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതുകൊണ്ടോ ഒബ്സർവേഷൻ നടത്തിയതുകൊണ്ടോ അത് വിചാരണ ഒരു തരത്തിലും ബാധിക്കില്ല, പ്രോസിക്യൂഷനെയും ഒരു തരത്തിലും ഇൻവെസ്റ്റിഗേഷനെയും അത് ബാധിക്കില്ല. മാത്രവുമല്ല, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുള്ള പിഴവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് തെളിവുകൾ ഹാജരാക്കുന്നതിലോ അന്വേഷണത്തിന്റെ ദിശയിലോ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പിഴവുകൾ ഈ ജാമ്യഹർജിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തിരുത്താനുള്ള അവസരം കൂടി പ്രോസിക്യൂഷന് കൈവന്നിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേഷൻ കൈവന്നിരിക്കുക. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇതിൽ വളരെ ആത്മാർത്ഥമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇത് വളരെ കോൺഫിഡൻസോടുകൂടി അവരുടെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തന്ത്രിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ ജാമ്യ കോടതി ചൂണ്ടിക്കാണിച്ച പിഴവുകൾ തിരുത്തി അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പീല് പോലെയുള്ളതെല്ലാം ഒരു തരം പ്രഹസനങ്ങളായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരി, പ്രാഥമികമായി എന്താണ് ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എന്നത് സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീ സുൽഫിക്കർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റു പ്രതികൾ 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയതെങ്കിൽ തന്ത്രിയുടെ കാര്യത്തിൽ 41 ദിവസം ആദ്യ വിചാരണ കോടതിയിൽ തന്നെ ജാമ്യം ലഭിച്ച് പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വിശേഷിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാകും? ഇവിടെ നമ്മൾ ഈ കേസിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി ചില പരാമർശങ്ങൾ ആ വിധിന്യായത്തിനകത്ത് ആ ജാമ്യ ഉത്തരവിനകത്ത് എഴുതി ചേർത്തിരുന്നു. അത് വന്നപാടെ അദ്ദേഹം പൂർണ്ണമായും ഈ കേസിൽ നിരപരാധിയാണ്, അദ്ദേഹത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, അദ്ദേഹത്തെ പ്രതികാര ബുദ്ധിയോടുകൂടി സർക്കാരും അതുപോലെ തന്നെ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അദ്ദേഹത്തെ പഴയ ചില കാര്യങ്ങളിലെ പ്രതികാര വാഞ്ചയോടുകൂടി സമീപിച്ച് അദ്ദേഹത്തെ ഇന്നസെന്റായ അദ്ദേഹത്തെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു എന്ന രൂപത്തിലാണ് ഇവിടെ ഒരു തരത്തിൽ ഇടതുപക്ഷത്തെ എല്ലാ രൂപത്തിലും ആക്രമിക്കുന്ന ആളുകൾ ഒരേ തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു വാദഗതി. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിന്റെ ആദ്യം മുതൽ ഞാൻ പറഞ്ഞ് വിലപ്പെട്ട സമയം അപകരിക്കുന്നില്ല. ഈ കേസ് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.